ഇത് കേരളം ആരംഭിക്കുമ്പോൾ ആദ്യമായി അതിൽ സഹകരിച്ചത് 69 ആൾ മാത്രമാണ്. അത് സഹായം നൽകിയത് 54 പേർക്ക് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് സഹകരിക്കുന്നത്. അതിൻ്റെ സകാത്ത് നൽകുന്നവർ അഥവാ അത് സ്വീകരിക്കുന്നവർ ആയിരക്കണക്കിന് ആളുകളാണ്. വലിയ വളർച്ചയുണ്ടായി. ഇതിനകം യഥാർത്ഥ 5570 വീടുകൾ ഭാഗ്യമായോ പൂർണ്ണമായോ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വയം തൊഴിൽ നൽകുവാൻ കഴിഞ്ഞു, ചികിത്സയിൽ സഹായം നൽകാൻ കഴിഞ്ഞു, വിദ്യാഭ്യാസ സഹായം നൽകാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ശാക്തീകരണം ഉണ്ടാവേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ 4 ലക്ഷം ആളുകൾ വീടില്ലാത്തവരുണ്ട്. 1 ലക്ഷത്തിലേറെ ആളുകൾ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്തവരുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആരും ഉണ്ടാവരുത് എന്നതാണല്ലോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ നിർവഹിക്കപ്പെടേണ്ട ആവശ്യത്തിൻ്റെ ഒരു ചെറിയ കാര്യമേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിശ്വാസികൾ തങ്ങളുടെ സകാത്ത് യഥാവി നൽകുകയാണെങ്കിൽ, സംഘടിതമായി ശേഖരിച്ച് ആസൂത്രിതമായി വിതരണം ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ദാരിദ്ര്യമേ ഉണ്ടാവുകയില്ല. സമുദായത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. അത് നിർവഹിക്കപ്പെടണം എന്നതാണ് വൈസകാത്തിൻ്റെ ലക്ഷ്യം. അതിലേക്കുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് 25ാം വാർഷിക പരിപാടി കൂടി. അത് ഒന്നാമതായി ചെയ്യേണ്ടത് സ്വാഭാവികമായും ബോധവൽക്കരണമാണ്. എല്ലാവരെയും ബോധവൽക്കരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ യഥാർത്ഥത്തിൽ വലിയ നേട്ടമായിരിക്കും. കേരളത്തെ ദാരിദ്ര്യ നിർമ്മാണത്തിൽ വലിയ പങ്കുവയ്ക്കാനും കഴിയും. അതോടൊപ്പം തന്നെ സകാത്ത് സ്വീകരിക്കുന്നവരെ കുറിച്ചും ബോധവൽക്കരിക്കേണ്ടത്, അത് അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം അവരും നടത്തേണ്ടതുണ്ട് എന്നർത്ഥം. ഈ എല്ലാ കാര്യം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഈ വർഷം ഈ 25ാം വർഷത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ 25 വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമായി 10 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മമായിരുന്നു ഇന്നലെ കാസർഗോഡ് നിർവഹിച്ചത്. ഇങ്ങനെ വിവിധ മേഖലയിലെ ശാക്തീകരണമാണ്. സകാത്തിൻ്റെ ശാക്തീകരണം വഴി സകാത്ത് സംരംഭത്തിൻ്റെ ശാക്തീകരണമാണ്, അതുവഴി സമുദായത്തിൻ്റെ ശാക്തീകരണമാണ് യഥാർത്ഥത്തിൽ 25ാം വാർഷിക പരിപാടിയുടെ പ്രധാനമായ കാര്യം. അതിൽ അടിസ്ഥാനം ബോധവൽക്കരണം തന്നെയാണ്.